ഓപ്പറേഷൻ മഹാദേവിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പ്രധാന വാർത്തകളിലേക്ക്. जिन्होंने बेसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए. പഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയ 3 ഭീകരരെയും വധിച്ചു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ പേര് പുറത്തുവിട്ട അമിത് ഷാ. സുരക്ഷാ സേനകൾക്ക് അഭിനന്ദനം. ഭീകരരെ വധിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് സങ്കടമെന്ന് വിമർശനം. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കും. മൂന്നാമത്തെ നമ്പർ മാർക്ക് നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെയാണ് ഒരു മൃതദേഹമുള്ളത്. 13ാം നമ്പർ മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ ഇത്തരത്തിൽ ആരംഭിച്ച ഈ തെളിവെടുപ്പ്, ആ തെളിവെടുപ്പിൽ ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്ത ഈ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടിയ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. സാക്ഷിയുമായുള്ള പരിശോധന 13 ഇടങ്ങളിൽ. ധർമ്മസ്ഥലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ന്യൂസ് 18. വട്ടിയൂർക്കാവ് വിട്ട് സുരക്ഷിത മണ്ഡലം തേടി കെ മുരളീധരൻ. നേമത്തും ഭാഗ്യപരീക്ഷണത്തിനില്ല. ലീഗ് സീറ്റ് വിട്ടുകൊടുത്താൽ ഗുരുവായൂർ പരിഗണനയിൽ. കൊയിലാണ്ടിയിലും സാധ്യത തേടുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് ആവർത്തിച്ച് കാന്തപുരത്തിന്റെ ഓഫീസ്. കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കാത്തതിൽ ആശങ്ക വേണ്ടെന്ന് വിശദീകരണം. മോചനത്തിനായി ചർച്ച തുടരും. അമ്മ പ്രസിഡന്റ് മത്സരത്തിൽ നിന്ന് ജഗദീഷ് പിന്മാറുന്നു. വനിതാ പ്രസിഡന്റ് ഉണ്ടാവാൻ പിന്മാറ്റമെന്ന് ജഗദീഷ്. പീഡനക്കേസിൽ പ്രതിയായിട്ടും മത്സരിക്കുന്ന ബാബുരാജിനെതിരെ എതിർപ്പ് തുടരുന്നു. മാറി നിൽക്കണമെന്ന് വിജയ് ബാബു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇടപെടാമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയെന്ന് അനൂപ് ആന്റണി. UDF പ്രതിനിധി സംഘവും ഛത്തീസ്ഗഡിൽ. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്പോട്ടാണ്. ഓല ഇട്ട് മൂടിയ ഒരു അവസ്ഥയിലായിരുന്നു ഈ സ്പോട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ കത്തിച്ച നിലയിലാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ജൈനമ്മ തിരോധാന കേസിൽ ദുരൂഹതയേറുന്നു. ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടം സ്ഥിരീകരിക്കാൻ DNA പരിശോധന. പിടിയിലായ സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തി. ബിന്ദു പത്മനാഭനെ കാണാതായതിലും സെബാസ്റ്റ്യൻ പ്രതി. ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ വധിച്ചെന്ന് ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. 2 ഭീകരരുടെ പാകിസ്ഥാൻ വോട്ടർ ID കയ്യിലുണ്ട്. അവർ ഉപയോഗിച്ച റൈഫിളുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര താവളങ്ങൾ തകർത്തതടക്കം ഇന്ത്യയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതും കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നതുമായിരുന്നു അമിത് ഷായുടെ പ്രസംഗം. जिन्होंने बेसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए. പഹൽഗാം ഭീകരരെ വധിച്ചത് ലോകത്തെ അറിയിച്ചത് ന്യൂസ് 18 ചാനലാണെന്നും അമിത് ഷാ പറഞ്ഞു. കോൺഗ്രസ് എന്തിനാണ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നതെന്നും പാകിസ്ഥാനെ സംരക്ഷിക്കുന്നതുകൊണ്ട് P. ചിദംബരം എന്ത് നേടുന്നുവെന്നും അമിത് ഷാ ചോദിച്ചു. ഭീകരരെ വധിച്ചപ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നു, പക്ഷേ പ്രതിപക്ഷത്തിന് മാത്രം സങ്കടമാണെന്നും അമിത് ഷാ പരിഹസിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും R. കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇന്നലെ ഈ വിഷയം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്ന അതേ സമയത്ത് തന്നെ അത് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഓപ്പറേഷൻ മഹാദേവിന്റെ വിവരങ്ങൾ ആദ്യമായി പുറത്തു വന്നത്. 3 ഭീകരർ കൊല്ലപ്പെട്ടു എന്നറിയുമായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഈ 3 ഭീകരരുടെയും വിശദാംശങ്ങളാണ് അമിത് ഷാ പാർലമെന്റിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഓപ്പറേഷൻ
പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട പ്രത്യാക്രമണങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ഇന്നലെ ഓപ്പറേഷൻ മഹാദേവിൻ്റെ വിവരങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്രമണം ഉന്നയിച്ചുകൊണ്ടുമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പാർലമെന്റിലെ മറുപടി. അത് 12 മണിക്കാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. പ്രധാനമായും തന്നെ പാക് അധിനിവേശ കശ്മീരിൽ കടന്നുകയറി ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അടക്കം കൊലപ്പെടുത്താനും അവരുടെ ഭീകര താവളങ്ങളടക്കം തകർക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് പറഞ്ഞു. ഇന്നലെ നടന്ന ഓപ്പറേഷൻ മഹാദേവിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. ഈ 3 ഭീകരരെ വധിച്ചത് ഇവർ 3 പേരും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പങ്കെടുത്തവരായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് 2 പാകിസ്ഥാൻ വോട്ടർ ID കാർഡുകളും റൈഫിളുകളും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നിർമ്മിത ചോക്ലേറ്റുകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തെളിവുകൾ അടക്കം നിരത്തിയായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. അതോടൊപ്പം തന്നെ പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു. കോൺഗ്രസ് എന്തിനാണ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നത് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം കൂടി അമിത്ഷാ ഉന്നയിച്ചിട്ടുണ്ട്. പി ചിദംബരത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന പി ചിദംബരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൂടിയായിരുന്നു ആക്രമണം. പാകിസ്ഥാനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് പി ചിദംബരത്തിന് എന്ത് കിട്ടും എന്നതുകൂടി അമിത്ഷാ ചോദിക്കുന്നു. ഭീകരരെ വധിച്ചപ്പോൾ രാജ്യത്തിനാകെ സന്തോഷം, എന്നാൽ പ്രതിപക്ഷത്തിന് സങ്കടം എന്നുള്ളതാണ് അവസ്ഥയെന്നും പറയുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ 3 ഭീകരരെ വധിച്ചത് അവർ പഹൽഗാം ആക്രമണത്തിൽപ്പെട്ട ഭീകരരെ ആണ് വധിച്ചതെന്നും അത് ലോകത്തെ ആദ്യം അറിയിച്ചത് ന്യൂസ് 18 ഇന്ത്യ ആണ് എന്നതും പ്രത്യേകമായി തന്നെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നും ജൂലൈ 22 ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയെന്നും ഭീകരർക്ക് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ നൽകിയവരെ അടക്കം ഇല്ലാതെയാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു. ഭീകരരെ തിരിച്ചറിയാൻ സഹായിച്ചത് പഹൽഗാമിലെ കച്ചവടക്കാരാണെന്നും ഭീകരരുടെ കൈകവശം ഉണ്ടായിരുന്നത് AK-47 തോക്കുകളായിരുന്നു എന്നതും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ മഹാദേവിൽ പഹൽഗാം ഭീകരരെ കൊന്ന് ഭീകരർ പാകിസ്ഥാനിലേക്ക് കടക്കും മുമ്പേ തന്നെ സൈന്യം തടഞ്ഞതായും പറഞ്ഞിരുന്നു. പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ച ഒരു ആരോപണം, ഏപ്രിൽ 22 പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുന്നു. ഇന്ത്യൻ മണ്ണിൽ കയറി പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തി 100 ദിവസം പിന്നിട്ടിട്ടും ഈ 5 ഭീകരരെയും എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ഇന്നലെ വധിച്ച 3 പേരും പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികളായിരുന്നു, അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തിയവരായിരുന്നു, അവരെയാണ് വധിച്ചത് എന്ന് അമിത്ഷാ മറുപടി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ 125-ലധികം പാക് ഭീകരരെ ആകെ വധിച്ചു എന്നും അമിത്ഷാ കണക്കുകൾ നിരത്തിക്കൊണ്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ കാശ്മീർ പ്രശ്നത്തിന് കാരണം നെഹ്റു നടപ്പാക്കിയ വെടിനിർത്തലാണെന്ന്, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയ നയങ്ങളാണ് ഇപ്പോൾ കശ്മീരിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നുള്ള ആരോപണം ഉന്നയിച്ചു. ഈ സമയത്തൊക്കെയും പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി എഴുന്നേറ്റെങ്കിലും ഈ പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗം. അതോടൊപ്പം അദ്ദേഹം ഭീകരരെ കൊലപ്പെടുത്തിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു, രാജ്യമാകെ സന്തോഷിക്കുകയായിരുന്നു. ഭീകരരെ കൊലപ്പെടുത്തിയപ്പോൾ പക്ഷേ വാർത്ത കേട്ടുകൊണ്ട് പ്രതിപക്ഷത്തിനാണ് സങ്കടമുണ്ടായത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇങ്ങനെ സങ്കടമുണ്ടായത്? പ്രതിപക്ഷം പാകിസ്ഥാനെ ന്യായീകരിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന ഇപ്പോൾ രാജ്യത്തിന് മനസ്സിലായിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ശത്രുരാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്ത്രങ്ങൾ ഒരുക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നു. ഭീകരർക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിലെ ഭീകരരെയും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരടക്കം ഇന്ത്യയിൽ കടന്ന് ആക്രമണം നടത്തിയവരെയും ആക്രമണത്തിന് സഹായിച്ചവരെയും ആക്രമണത്തിന് പറഞ്ഞുവിട്ട ആളുകളെയും അടക്കം ഇന്ത്യൻ സേന കൊലപ്പെടുത്തിയതും അവരുടെ താവളങ്ങളടക്കം നശിപ്പിച്ചുവെന്നും പറഞ്ഞ അമിത്ഷാ, എന്നാൽ പാകിസ്ഥാനെ അനുകൂലമായ രീതിയിലേക്കാണ് കോൺഗ്രസും പ്രധാനമായും പ്രതിപക്ഷവും നിൽക്കുന്നതെന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം. മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിനെതിരെയാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉന്നയിച്ചത്. പാകിസ്ഥാനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് പി ചിദംബരത്തിന് എന്താണ് ലഭിക്കുന്നത്? പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പാരിതോഷികം ലഭിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് ചിദംബരത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ചിദംബരം കഴിഞ്ഞ ദിവസമടക്കം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി കൂടിയാണ് അമിത്ഷാ ഈ തരത്തിൽ സംസാരിച്ചത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഭീകരാക്രമണത്തിന് രാജ്യം മറുപടി നൽകുമെന്ന് അറിയാമായിരുന്നുവെന്ന് പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി രാമചന്ദ്രൻ. തിരിച്ചടി എപ്പോഴെന്ന് മാത്രമായിരുന്നു അറിയേണ്ടിയിരുന്നത്. അച്ഛന്റെ വിയോഗം വലിയ ദുഃഖമാണെങ്കിലും ഈ നിമിഷം സന്തോഷം തോന്നുന്നുവെന്നും ആരതി പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്ത പരിശോധന ഉടൻ. നിർണായക മൊഴി നൽകിയ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. 13 സ്ഥലങ്ങൾ ഇതിനോടകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, രാവിലെ തന്നെ പരിശോധന തുടങ്ങുമെന്നാണ് കരുതിയിരുന്നത്. വൈകുന്നത് എന്തുകൊണ്ടാണ്? ഈ സംഘമൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞോ?
ശ്രീജ, ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിർണായക മണിക്കൂറുകൾ എന്ന് പറയേണ്ടി വരും. 12 മണിക്കാണ് സംഘം എത്തിയത്. ഇപ്പോൾ പരിശോധന അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. വ്യക്തമായി കാണാൻ സാധിക്കില്ലെങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കാടിനകത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെ മാർക്ക് 1 ഇന്നലെ ശുചീകരണ തൊഴിലാളിക്ക് എത്തിച്ച് ഇത്തരത്തിൽ നടത്തിയ ആ മാർക്ക് ചെയ്ത സ്ഥലം, 1-ാം നമ്പർ സ്ഥലം, അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 12 മണിക്ക് കൃത്യം എത്തിയതാണ്. 1 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. എന്തായാലും നിർണായകമായ മണിക്കൂറുകളാണ് ഇപ്പോൾ നേത്രാവതി പുഴ ആ തീരം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. 13 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1-ാമത്തെ നമ്പറിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. SIT ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുണ്ട്. ഒപ്പം പുറത്തുനിന്നുള്ള ഇത്തരം കുഴി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഏതായാലും നമുക്ക് കുറച്ചുകൂടി ദൃശ്യങ്ങളിലേക്ക് പോയാൽ വ്യക്തമായി നമുക്ക് ആളുകളെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം, അവിടെയാണ് 1-ാം നമ്പർ ഇത് അടയാളപ്പെടുത്തിയിരുന്നത്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. എന്തായാലും ഇനി വരുന്ന ഓരോ മിനിറ്റും അത് നിർണായകം തന്നെയാണ്. ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് നിന്നും ഏത് സമയത്തും ഇവർ തിരിച്ചു വരാം. കാരണം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പരിശോധന. അവിടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇന്നലെ SIT അടയാളപ്പെടുത്തിയ ആദ്യത്തെ സ്ഥലമാണത്. നേത്രാവതി പുഴയുടെ തീരത്താണ് ഈ സ്ഥലമുള്ളത്. ഇതിന് സമീപത്ത് തന്നെ 2-ാം നമ്പർ സ്ഥലവും അതിന് തൊട്ടടുത്ത് തന്നെയാണ് മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം. ഇങ്ങനെ 13 ഇടങ്ങളിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. SIT സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ 13 ഇടങ്ങളും കുഴിച്ച് പരിശോധിച്ച് മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഇനി തുടർ നീക്കങ്ങൾ ഉണ്ടാവും. അതായത് മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ അതിനുശേഷമേ ഉണ്ടാവും. ഇപ്പോൾ മാർക്കിട്ട ആ 3 സ്ഥലം, ഈ 13 സ്ഥലം, ആ 13 സ്ഥലത്തും പരിശോധന നടത്തും. ഇപ്പോൾ 1-ാം നമ്പർ സ്ഥലത്താണ് പരിശോധന നടക്കുന്നത്. ഇത് ഈ ധർമ്മസ്ഥല പാതയുടെ റോഡിന് തൊട്ട് സമീപവും നേത്രാവതി പുഴയുടെ തീരത്തും അങ്ങനെയാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെയാണ് ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ഈ 2014 വരെ ജോലി ചെയ്തിരുന്ന സ്ഥലം. തന്നെ നിർബന്ധിപ്പിച്ച് ഇവിടെ ഈ സൂപ്പർവൈസർമാർ നിർബന്ധിപ്പിച്ച് ഇവിടെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴിയും. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ആളുകൾ പോകുന്നത് ഇപ്പോൾ കുഴിച്ച് പരിശോധിക്കുന്ന ആ സ്ഥലത്തേക്കാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 8-ലൂടെ കാണുന്നത്. ഏത് സമയത്തും അവിടെ നിന്നും ഇവർ തിരിച്ച് വരാം. ഒരു പക്ഷേ ഇത് കൃത്യമായ സ്ഥലമാണ് ഇയാൾ കാട്ടിക്കൊടുത്തത്. അവിടെയാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ധർമ്മസ്ഥല കടന്നു പോകുന്നത്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ ആദ്യമായുള്ള കുഴിച്ച് പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ശക്തമായ കാറ്റും അതുപോലെ തന്നെ മഴയും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകും തോന്നുന്നു. അത്രത്തോളം ഇന്ന് രാവിലെ മുതലേ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. എന്തായാലും ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിലെ ആദ്യ പരിശോധന, അത് കുഴിച്ചുകൊണ്ടുള്ള പരിശോധന, അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ 13 ഇടങ്ങളിലും കുഴിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി ഇത്തരത്തിൽ അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റ് എവിടെയൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഇനി ഇവിടെ നിന്നും മൃതദേഹാവശം ലഭിക്കുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് തന്നെയാണ് ഇവിടെ കാത്ത് ഒരുപാട് ആളുകൾ. അവശിഷ്ടം കിട്ടിയാൽ ഈ 13 ഇടങ്ങളിൽ എവിടെ നിന്നെങ്കിലും ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയാൽ ഇതുവരെ ഈ സംഭവത്തിൽ വെളിച്ചം വീഴാത്ത ഇടങ്ങളിലേക്കൊക്കെ ആയിരിക്കും വെളിച്ചം വീഴാൻ പോകുന്നത്. അതിനെ എങ്ങനെയാണ് ഈ ധർമ്മസ്ഥലയിലെ ഈ സാധാരണക്കാരും ഒക്കെ കാണുന്നത്? ഈ കാലാവസ്ഥ ബൈജു സൂചിപ്പിച്ചതുപോലെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. ശക്തമായ കാറ്റൊക്കെ വീശുന്നുണ്ടല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ തടസ്സമാവുമോ? നിലവിൽ തടസ്സമില്ല. 12 മണിക്ക് ആരംഭിച്ച ഈ കുഴിയെടുത്തുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏത് സമയത്തും ഈ സംഘം അവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാം. ആ കൃത്യമായ അടയാളപ്പെടുത്തിയ സ്ഥലം, അത് ഇന്നലെ ആദ്യ അടയാളമായിരുന്നു. 15 മണിക്കൂറാണ് ഈ ശുചീകരണ തൊഴിലാളിയെ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത്. കൃത്യമായ വിവരങ്ങൾ, ആരാണ് തന്നെ ഇത് ഏൽപ്പിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മംഗളൂരുവിലെ IB ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നിന്നും നൽകിയിരുന്നു. അതിനുശേഷമാണ് DGP തലത്തിലുള്ള ഒരു സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. DGPയുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് തീരുമാനമാകുന്നതും പിന്നീട് ഇത്തരത്തിൽ അടയാളപ്പെടുത്തുന്നതും. ഇന്ന് നിർണായകമായി കാര്യം ഇത് ഈ കുഴി എടുത്ത് പരിശോധിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഇടങ്ങളിൽ മാർക്ക് ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതല്ല, കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളോടെ വ്യക്തമായ പദ്ധതികളോടുകൂടിയാണ് ഇപ്പോൾ SIT സംഘം മുന്നോട്ട് പോകുന്നത്. എന്നാലും നിലവിൽ
അവിടെ നിന്നും ആളുകൾ മടങ്ങിയിട്ടില്ല. ഒരു 20ഓളം അടങ്ങുന്ന ആളുകളാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതിൽ SIT വിദഗ്ധരുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്, ഇവിടുത്തെ ലോക്കൽ പോലീസ് ഉൾപ്പെടെയുണ്ട്. എന്നാലും ഏത് സമയത്തും അവിടെ നിന്നും ഇവർ തിരിച്ചു വരാം. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ നേത്രാവതി പുഴയുടെ തീരമാണ്. ഇവിടെ ആയിരുന്നു അദ്ദേഹം വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നത്, ഇത്തരത്തിലൊരു പ്രവൃത്തിയും ചെയ്തിരുന്നത്. ശ്രീജ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ധർമ്മസ്ഥലയിലെ ഏറ്റവും നിർണായകമായൊരു നടപടിയാണ്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഇന്നലെ മാർക്ക് ചെയ്ത 13 സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഇടങ്ങളിൽ ഏതിലെങ്കിലും നിന്നുപോലും ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയാൽ ഈ വലിയ വെളിപ്പെടുത്തലിലേക്കായിരിക്കും വെളിച്ചം വീഴുന്നത്. എത്രയോ കാലമായി ആ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങളിലേക്കായിരിക്കും വെളിച്ചം വീഴുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ധർമ്മസ്ഥലയിലെ. എത്രയോ വർഷങ്ങളായി ധർമ്മസ്ഥലയിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളെ സംബന്ധിച്ച്, അവിടെ കാണാതായ മരിച്ച സ്ത്രീകളുടെ ആത്മാവിനെ സംബന്ധിച്ച് അത്രയേറെ കാലമായി ഒരു വിവരവുമില്ലാതെ ഒരിക്കലും പുറത്തു വരാതെ കിടന്ന രഹസ്യങ്ങളാണ് ധർമ്മസ്ഥലയിലുള്ളത്. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരുന്നതിനിടെ വിചിത്രവാദവുമായി കർണാടക പ്രതിപക്ഷ നേതാവ് R. അശോക രംഗത്തെത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥല വെളിപ്പെടുത്തലിന് പിന്നിൽ മുസ്ലിം മതവിശ്വാസിയാണെന്നും ഈ സംഭവം വിവാദമാക്കിയതിന് പിന്നിൽ കേരള സർക്കാരാണെന്നും R. അശോക ആരോപിച്ചു. വിഷയത്തിൽ കേരളത്തിൽ ഗൂഢാലോചന നടന്നുവെന്നും BJP നേതാവ് ആരോപിച്ചു. ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ തിരോധാന കേസിൽ നിർണായകമായത് മൊബൈൽ ഫോൺ. കേസിലെ പ്രതി സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ സൂക്ഷിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഈരാറ്റുപേട്ടയിലെ കടയിൽ സെബാസ്റ്റ്യൻ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്ന ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ഇന്നലെ രാത്രി ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ജൈനമ്മയുടേതാണെന്നാണ് സംശയം. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏതൊരു കുറ്റകൃത്യത്തിനും എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഒളിച്ചു വെച്ചിരുന്ന ഫോൺ ഒരു നിമിഷത്തിൽ ഓണാക്കുന്നു, ആ ലൊക്കേഷൻ തേടിപ്പിടിച്ച് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്ന ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് അവിശ്വസനീയമാണ്. ഇത് ഏതാണ്ട് ജൈനമ്മയുടെ മൃതദേഹം തന്നെയാണ് ഈ വീട്ടുവളപ്പിൽ കണ്ടെത്തിയത് എന്ന നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ജൈനമ്മ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനാ നടപടികളൊക്കെ നടക്കുന്നു. ജൈനമ്മയുടെ കുടുംബത്തിൻ്റെ ഈ DNA പരിശോധന സാമ്പിളുകൾ അടക്കം എടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SP ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘമാണ്. സാജൻ സേവ്യർ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇതിനിടെ ജൈനമ്മയുടെ ബന്ധുക്കളെയും, അതായത് സഹോദരനെയും സഹോദരിയെയും, ആൻസിയെയും ഒപ്പം തന്നെ സാവിയോയെയും ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും അവരും ഈ ഓഫീസിൽ ഉണ്ട്. എന്തായാലും കാര്യമായി ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല ഈ പ്രതി എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം പല തിരോധാന കേസുകളും ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിലെ ചില ഉദ്യോഗസ്ഥരും, അത് പ്രത്യേകിച്ച് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഉദ്യോഗസ്ഥരും ഇപ്പോൾ കോട്ടയം ഓഫീസിലുണ്ട്. കാരണം ഈ പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും നിർണായകമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു തെളിവാണ് അത്. ശബ്ദം കേൾക്കുന്നില്ല ശ്രീജിത്ത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്കാണ് ഇപ്പോൾ ഈ പോലീസ് കടന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം കടന്നിരിക്കുന്നത് ഈ മൃതദേഹത്തിൻ്റെ പരിശോധനയായിരിക്കും നിർണായകമായിരിക്കുക. 2 സ്ത്രീകളെ കാണാതായ കേസിലെ അന്വേഷണത്തിനിടെയാണ് ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങളും സ്വീകരണ മുറിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയതായി പോലീസ് പരിശോധനയ്ക്കിടെ സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ധന്യ ന്യൂസ് 18നോട് പറഞ്ഞു. വീട്ടുവളപ്പിൽ നിന്ന് ഡീസൽ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയ്ക്ക് പുറമെ ചേർത്തല സ്വദേശി ബിന്ദുവിനെ കാണാതായ കേസിലും സെബാസ്റ്റ്യൻ പ്രതിയാണ്.
അതീവ ദുരൂഹതകൾ നിറഞ്ഞ പള്ളിപ്പുറത്തെ പുരയിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് സെബാസ്റ്റ്യന്റെ വീടുള്ളത്. പിന്നിൽ കാണുന്നത് സെബാസ്റ്റ്യന്റെ വീടാണ്. 2.5 ഏക്കർ വരുന്ന ഈ വീടും പരിസരവും അടങ്ങുന്നത്. ഇവിടെയൊക്കെ പല രീതിയിൽ, അതായത് കരഭൂമിയും ചതുപ്പ് നിറഞ്ഞ പ്രദേശവുമായാണ് ഇവിടെ കാണുന്നത്. ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സെബാസ്റ്റ്യൻ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള അയൽവാസികളും ഒപ്പം തന്നെ വാർഡ് മെമ്പറായ ആളുകളും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഈ കോമ്പൗണ്ടിനകത്ത് എന്ത് നടന്നാലും ആർക്കും അറിയാൻ കഴിയാത്ത രീതിയിൽ കാട് പിടിച്ച അവസ്ഥയിലാണ് ഈ കോമ്പൗണ്ട് ഉള്ളതെന്നുള്ളതാണ്. ഇന്നലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തുമ്പോൾ, ജയനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തുമ്പോൾ വാർഡ് മെമ്പറായിട്ടുള്ള ധന്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ധന്യയുടെ സാന്നിധ്യത്തിലാണ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ സ്വീകരണ മുറിയില് ഭിത്തിയില് ചെറിയ ചെറിയ പാടുകളായിട്ട് കണ്ടതായിട്ട് എന്നെ സാക്ഷ്യപ്പെടുത്തി. അവര് എന്നെ അകത്ത് വാർഡ് മെമ്പർ എന്തായാലും നിൽക്കണമല്ലോ. അതെ അപ്പൊ അതെന്നെ കാണിച്ചു തന്നു. അത് ഫോറൻസിക് വിഭാഗം അവര് പറയുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ളത് അവര് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ അതിന് എന്തോ 2 ആയുധങ്ങള്, കത്തിയോ വാക്കത്തിയോ ഇതൊക്കെ ആയിട്ട് അവര് അത് കൊണ്ടുപോയായിരുന്നു. ഈ പറമ്പുകളിൽ മുഴുവനും ഇവര് സെർച്ച് ചെയ്തായിരുന്നു. ആ ഒരു സ്ഥലം പെട്ടെന്ന് ഒരു തീ കത്തുന്നതായിട്ട് കണ്ടു. തീ കത്തിയതായിട്ട് കണ്ടു. അതിന്റെ മേളില് ഒരു അസ്ഥിയുടെ ഒരു കഷ്ണം മുകളിൽ കിടക്കുന്നത് കണ്ടു. പിന്നെ അതിന്റെ മേളിൽ ഒരു പഴകിയ ഓല ഇഷ്ടം പോലെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഓല മാറ്റി നോക്കി ഇങ്ങനെ എടുത്തപ്പോഴാണ് ചെറിയ അസ്ഥികളുടെ കഷ്ണങ്ങൾ ഒരു 106ഓളം പീസ് അവർ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പൊടിഞ്ഞ അവസ്ഥയിൽ കത്തിച്ചതാണ്. അതിന്റെ ഒരു 100 മില്ലിയോളം ഇന്ധനം, ഡീസലാണെന്ന് തോന്നുന്നു, അതൊരു കുപ്പിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്പോട്ടാണ്. ഓല ഇട്ട് മൂടിയ ഒരു അവസ്ഥയിലായിരുന്നു ഈ സ്പോട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ കത്തിച്ച നിലയിലാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഈ കാണുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് ഈ മൃതദേഹം കത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ മൃതദേഹം ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനായിട്ട് DNA സാമ്പിളുകൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ജയനമ്മയുടെ DNA സാമ്പിളുകൾ ഇന്ന് അത്തരം നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിട്ടുമുണ്ട്. ഇവിടെ ഈ കാണുന്ന ഓല കൊണ്ട് മൂടിയ ഒരു അവസ്ഥയിലായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത്. ഈ ഓല വെച്ച് മൂടിയിട്ട് അതിനടിയിലാണ് കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇനിയും പ്രത്യേകിച്ച് ഈ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് മറ്റ് മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. 2 ജില്ലകളിലായിട്ടുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ബിന്ദുവിൻ്റെയും ഒപ്പം തന്നെ ജയനമ്മയുടെയും കേസുകൾ അന്വേഷിക്കുന്നത്. കോട്ടയത്ത് നിന്നും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നതെങ്കിൽ പോലും കോട്ടയത്തും ഒപ്പം തന്നെ ആലപ്പുഴയിലുമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് 2ആയി തിരിച്ചാണ് കേസുകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെ തീർച്ചയായും ബിന്ദുവിന് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘം വളരെ ഗൗരവത്തോടു കൂടി, അതായത് ഈ സമാനമായ രീതിയിൽ ബിന്ദുവിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലേക്ക് അന്വേഷണ സംഘങ്ങൾ നീങ്ങുന്നു. എന്തായാലും വളരെയധികം ദുരൂഹതകൾ നിറഞ്ഞ ഒരിടമായി ഈ കോമ്പൗണ്ട് മാറുന്നു എന്നുള്ളതാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തം. രാജ്യസഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. On 8/12/2022 and 19/12/2022 the same are declined. Now it's 0 hour. माननीय सदस्यगण, कई दिनों से आप अपने 0 आवर और क्वेश्चन आवर अवेल नहीं कर रहे हैं. പ്രതിഷേധം തുടരുന്നതിനിടെ ഛത്തീസ്ഗഡിലെത്തിയ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉപമുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും നീതിപൂർവമായ പരിഹാരമുണ്ടാവുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിനിടെ ഇരുവർക്കും നീതി ലഭ്യമാവുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്ന പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും രംഗത്ത് വന്നു. UDF സംഘവും റായ്പൂരിലുണ്ട്. ബെന്നി ബെഹനാൻ, ഫ്രാൻസിസ് ജോർജ്, NK പ്രേമചന്ദ്രൻ തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത്. അതേസമയം കന്യാസ്ത്രീകൾ ഉടൻ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നതാണ് വിവരം. കൃത്യമായിട്ട് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. അതല്ല, എനിക്ക് അവരുടെ അടുത്തുനിന്ന് എല്ലാ ക്ലാരിഫിക്കേഷൻ ഞാൻ വാങ്ങിച്ചു, കിട്ടിയിട്ടുണ്ട്. എനിക്ക് 100% വിശ്വാസമുണ്ട് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം ആ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം
അവർക്ക് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനൂപ് ആന്റണി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല. The RSS people, the RSS agenda is against to attack this as the pure people. So we are against it. We will beat these nuns in the jail, and we will after that we are trying to get an appointment with the Chief Minister here, the Home Minister here. When we going back to Delhi, when reach Delhi, we will meet the Prime Minister and Home Minister, and we will give the report. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ ജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലം തേടുന്നു. വട്ടിയൂർക്കാവിലോ നേമത്തോ മുരളീധരൻ മത്സരിക്കില്ല. ലീഗ് കോൺഗ്രസുമായി സീറ്റ് വെച്ചുമാറാൻ തയ്യാറാണെങ്കിൽ ഗുരുവായൂർ സീറ്റാണ് ആലോചനയിൽ. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. കൊയിലാണ്ടി സീറ്റും മുരളിയുടെ പരിഗണനയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പാർട്ടിക്ക് വേണ്ടി ബലിയാടായതിന് പിന്നാലെയാണ് തലസ്ഥാനത്ത് വീണ്ടും കെ മുരളീധരൻ സജീവമായത്. മുമ്പ് പ്രതിനിധീകരിച്ച നിയോജക മണ്ഡലത്തിൽ പാർട്ടി പരിപാടികളിൽ സ്ഥിര സാന്നിധ്യമായതോടെ മുരളി വട്ടിയൂർക്കാവിലേക്കെന്ന അഭ്യൂഹങ്ങളും ഏറി. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPക്കെതിരെ പോർമുഖം തീർത്ത മുരളി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിരുന്ന വടകര വിട്ട് പത്മജ വേണുഗോപാൽ BJP പാളയത്തിലെത്തിയതിന്റെ ക്ഷീണമകറ്റാൻ തൃശൂരിൽ മത്സരത്തിനിറങ്ങിയതോടെയാണ് BJPയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയായി മാറിയത്. ഈ പശ്ചാത്തലത്തിലാണ് BJPക്ക് ഏറെ സ്വാധീനമുള്ള നേമത്തോ വട്ടിയൂർക്കാവിലോ മുരളി വീണ്ടും മത്സരിക്കാനെത്തിയാൽ അദ്ദേഹത്തിന്റെ പരാജയമുറപ്പിക്കാൻ BJP വോട്ടുകൾ ഇടത് പാളയത്തിലേക്ക് മറിച്ചേക്കുമെന്ന വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിയത്. പകരം പരിഗണിക്കപ്പെടുന്ന ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഗുരുവായൂരിനാണ് മുഖ്യ പരിഗണന. ലീഗിന്റെ സീറ്റാണെങ്കിലും ഇത് വെച്ചുമാറുന്നതിനുള്ള സാധ്യതകളാണ് കോൺഗ്രസ് തേടുന്നത്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഗുരുവായൂരിൽ കെ കരുണാകരനുണ്ടായിരുന്ന ആത്മബന്ധവും കെ മുരളീധരന്റെ വ്യക്തിപ്രഭാവവും ഒപ്പം ചേർന്നാൽ 2 ദശാബ്ദത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേസമയം തിരുവനന്തപുരത്തെ മറ്റൊരു ജയസാധ്യതയുള്ള മണ്ഡലം കെ മുരളീധരന്റെ മനസ്സിലുണ്ടെന്നും ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പാക്കിയാൽ മുരളീധരൻ ഇവിടെ കളത്തിലിറങ്ങുമെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അമ്മയെ നയിക്കാൻ വനിതയെത്തുമോ? താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകിയ നടൻ ജഗദീഷ് മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നു. വനിതാ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന മുതിർന്ന താരങ്ങളുടെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റമെന്നാണ് ജഗദീഷിന്റെ നിലപാട്. ഇതോടെ ശ്വേത മേനോൻ അമ്മയുടെ തലപ്പത്ത് വരാൻ സാധ്യതയേറി. ജഗദീഷിന്റെ പിന്മാറ്റത്തിന് 3 കാരണങ്ങളുണ്ട്. 1, ഒരു വനിത അമ്മയെ നയിക്കട്ടെ എന്ന മുതിർന്ന താരങ്ങൾക്കിടയിലെ ധാരണ. 2, ആരോപണ വിധേയനായ ബാബുരാജിനൊപ്പം ചേരിമാറിയെന്ന പ്രചാരണം. 3, മുതിർന്ന താരമെങ്കിലും കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്ന സാഹചര്യം. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിശബ്ദരാണെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നീ താരങ്ങൾ ഇപ്പോഴത്തെ സമവായ സാഹചര്യത്തിന് വഴിയൊരുക്കി. മുതിർന്ന താരങ്ങളുമായി സംസാരിച്ചാണ് പിന്മാറ്റമെന്നാണ് ജഗദീഷും സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ശ്വേതാ മേനോന് കൂടുതൽ സാധ്യതയേറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുതിർന്ന താരം ദേവനും നോമിനേഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവൻ നോമിനേഷൻ പിൻവലിച്ചേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള താരസംഘടനയെ ഇതാദ്യമായി ഒരു വനിത നയിക്കും. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന പൊതു അഭിപ്രായം താരങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊഴികെ മറ്റെല്ലാ നോമിനേഷനുകളിൽ നിന്നും രവീന്ദ്രൻ പിൻവലിഞ്ഞു. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെതിരെ മത്സരിക്കും. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് 1-ലധികം കേസുകളിൽ പ്രതിയായ ബാബുരാജിനെയാണ്. മല്ലിക സുകുമാരനും ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. 31 വരെയാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി. ന്യൂസ് 18 കൊച്ചി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം. ഭവ്യ പാർവതി ചേരും.